കവിതയെ സ്നേഹിച്ച കുട്ടി. ഏതാണ്ട് 51 കവിതകളുടെ ഒരു സമാഹാരമാണ് റിതം ഓഫ് ലൈഫ് എന്ന പേരിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. ജാൻവിയെ വ്യക്തിപരം എനിക്ക് പരിചയമില്ല. ജാൻവിയുടെ ഗ്രാൻഡ് ഫാദറിന് എനിക്ക് പരിചയം. തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് ജാൻവിയുടെ അധ്യക്ഷൻ. അത് പ്രഭാകരനാണ്. രാഷ്ട്രീയമായി നമ്മൾ വ്യത്യസ്ത ചേരിയിലാണ്. പക്ഷേ വിദ്യാർത്ഥി പ്രവർത്തകന്മാരായ ഞങ്ങൾക്കെല്ലാം പ്രഭാകരേട്ടനാണ്. ട്രേഡ് യൂണിയൻ മേഖലയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM ഓഫീസിൽ പലപ്പോഴും സന്ദർശനം എത്തുന്ന ആളായിരുന്നു പ്രഭാകരേട്ടൻ എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാവാണെങ്കിലും വിദ്യാർത്ഥി പ്രവർത്തകന്മാരായ ഞങ്ങളോടൊക്കെ വലിയ വാത്സല്യവും സ്നേഹവും കൊണ്ട് തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം ഉൾപ്പെടെ വാങ്ങിച്ചിരുന്ന പ്രഭാകരേട്ടൻ, ആ പ്രഭാകരേട്ടൻ്റെ കൊച്ചുമകളുടെ ഒരു പുസ്തകം പ്രകാശന ചടങ്ങിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം ഞാൻ സ്വീകരിക്കാൻ കാരണമായതൊന്ന് പ്രഭാകരേട്ടനുള്ള സ്നേഹവും പിന്നെ ഈ കുട്ടി ഒരു പെൺകുട്ടിയുടെ പുസ്തക സമാഹാരം, കവിതാ സമാഹാരം വളർന്നു എന്നതിന് സന്തോഷമുണ്ടാണ്. ഇവിടെ ഇന്നലെ രാത്രിയാണ് സാധാരണ നിലയിൽ ഒരു പ്രകാശന ചടങ്ങ് നടക്കുമ്പോൾ പ്രകാശകന് കവിതാ സമാഹാരം ആദ്യം കിട്ടുമായിരുന്നു. But unfortunately, I got your poem yesterday night. So I didn't go through your poem. So I don't know what you had written in this poem, what you mean by this poem. So really sorry, Janvi. So I couldn't mention regarding the poem. I think Professor A.P. Subair will speak about the poem, and he will appreciate you. Life or Death. രണ്ടാമത്തത് ഫീനിക്സ് ഏജസ്. ഈ രണ്ട് കവിതകൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ സാധിച്ചിട്ടുണ്ട്. ജാൻവിയുടെ കവിതയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കാൽപ്പനികതയെ കുറിച്ചെല്ലാം വളരെ കൃത്യമായി ഈ രണ്ട് കവിതയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ നിഷ്കളങ്കമായ രചനയാണ് ജാൻവിയുടെ രചനകൾ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തന്റെ ഫാമിലി, കുടുംബ ചുറ്റുപാടിനെ കുറിച്ചും അവർ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ചെറുപ്രായത്തിൽ ഇത്രയും മനോഹരമായി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ വൊക്കാബുലറിയിലുള്ള ആ ഒരു ഡെപ്ത് ഈ കവിതയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ റിതം ഓഫ് ലൈഫ് എന്ന ഈ കവിതാ സമാഹാരം ഇവിടെ പുറത്തിറക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ജാൻവിയുടെ പാരന്റ്സ് നല്ല പ്രോത്സാഹനം ഈ കുട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 7ാം ക്ലാസ് വരെയ പെൺകുട്ടി ഇത്ര ചെറുപ്രായത്തിൽ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാൻ സാധിച്ചു എന്നത് തന്നെ ആ പെൺകുട്ടിയിൽ എത്രമാത്രം സർഗാത്മകത ഉണ്ടെന്നതിന്റെ തെളിവാണ്. അതോടൊപ്പം രക്ഷിതാക്കൾ നല്ല പിന്തുണയും പിൻബലവും കുട്ടിക്ക് നൽകുന്നു. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഒരു സമൂഹം കവിതയോ കഥയോ എഴുതുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹമല്ല. കുട്ടികൾ പഠിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന പാരന്റ്സ് ഉള്ളിടത്താണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജാൻവിയുടെ പാരന്റ്സ് കവിത എന്ന ലോകത്തിലേക്ക് കുട്ടിയെ സ്വതന്ത്രമായി തുറന്നുവിട്ടിട്ടുള്ളത്. Janvi, you are very blessed with your parents. That's why they are sending you towards the world of writing poems. So no parents will allow the kids to write poems, write stories. They all tell you study. That was the quite natural thing that's happening here. Anyhow, you are very blessed with the parents you got. നല്ല അനുഗ്രഹീതമായ രണ്ട് രക്ഷിതാക്കളെ ജാൻവിക്ക് കിട്ടിയെന്നത് ജാൻവിയുടെ കൂടി ഭാഗ്യമാണ്. രക്ഷിതാക്കളുടെ പിന്തുണയും ഇല്ലാതെ തുടക്കത്തിൽ ഏതൊരു കഥാകാരിക്കും കവയത്രിക്കും രംഗത്ത് വരാൻ സാധിക്കില്ല. രക്ഷിതാക്കൾ നല്ലതുപോലെ ഈ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, കവിതയുടെ ലോകത്ത് പോകുന്നതോടൊപ്പം തന്നെ സമാന്തരമായി പഠനവും കൊണ്ടുപോകാൻ സാധിക്കണം. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കണം. പഠനവും അക്കാഡമിക് യോഗ്യതയും ഏറ്റവും പ്രധാനമായ കാലമാണിത്. അത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തു പോകാൻ, ഒപ്പം ഈ കുട്ടിയുടെ സർഗാത്മകതയെ പൂർണ്ണമായും പരിപോഷിപ്പിച്ചെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുട്ടിയെ എൻകറേജ് ചെയ്യാനും ഇന്ന് പാരന്റ്സ് തയ്യാറായതുപോലെ നാളെ തയ്യാറാവണം.
തലശ്ശേരി ഒരുപാട് സമ്പന്നമായ കുയാരി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത, ഒരുപക്ഷെ ഇവിടെ ക്ഷണിക്കപ്പെടാതെ പോയ ഒരു അതിഥി ക്ഷണിക്കപ്പെടേണ്ടിയിരുന്ന ഒരു പേര് ഇവിടെ കാണുന്നുണ്ട്. അത് സിതാരയുടേതാണ്. സിതാര ഇവിടെ നിർബന്ധമായും പങ്കെടുക്കേണ്ടതായിരുന്നു. കാരണം സിതാര നിങ്ങളുടെ നെയ്ബറാണ്. നിങ്ങളുടെ കുയാലിയിൽ നിന്നും ലോകമാകെ അറിയപ്പെടുന്ന കഥാകാരിയായി സിതാര മാറിയിട്ടുണ്ട്. ആ സിതാരയുടെ പാത പിന്തുടർന്നുകൊണ്ട് കുയാലിൽ നിന്ന് വീണ്ടും ഒരു കവയത്രി കൂടി വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും സുദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള പ്രസക്തിയില്ല. അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചത് അധ്യക്ഷൻ ഇവിടെ ലഭിച്ചിരിക്കുന്നവരെല്ലാം വളരെ പ്രമുഖന്മാരായ ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. തലശ്ശേരിയിൽ തന്നെ അറിയപ്പെടുന്ന സാംസ്കാരിക മുഖങ്ങളാണ്. ജാൻവിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. ജാൻവി, നമുക്കൊരു നിർഭാഗ്യം എന്നുള്ളത് ആ കുട്ടി ഇവിടെ അല്ല, ഇവിടെ പുറത്താണ്. നമുക്ക് വേദികളിൽ ഈ കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കണം. ഒപ്പം കവിത എഴുതുമ്പോൾ തന്നെ സംസാരിക്കാനും നല്ല രീതിയിൽ ഇടപെടാനും സാധിക്കത്തക്കതിൽ ഈ കുട്ടി വളരണം. എനിക്ക് ഒരു മുതിർന്ന എൻ്റെ അമ്മാവന്റെ സ്ഥാനത്തുള്ള ആളാണ്. ബീങ് ആൻ അങ്കിൾ ഓഫ് യു, ഐ എം giving advice to you. You should study well. Go ahead with your studies. You should concentrate on writing poems. Also you should concentrate on studies. നല്ല നിലയിൽ പഠിക്കാനും മുന്നേറാനും ജാൻവിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ജാൻവിയുടെ റിതം ഓഫ് ലൈഫ് എന്ന ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുക. അതിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ വായിക്കാനുള്ള ശീലം, കുത്തിക്കുറിക്കാനുള്ള ശീലം അവളുണ്ടായിരുന്നു എന്ന് അമ്മയുടെ ഏച്ചിയും ഏച്ചിയുടെ ഭർത്താവും 1-2 തവണ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അച്ഛനമ്മമാരുടെ പ്രേരണ, പിന്തുണ, പ്രോത്സാഹനം അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും അവളുടെ ഉള്ളിൽ ഒരു കവയത്രിയുണ്ട്, ഒരു എഴുത്തുകാരിയുണ്ട്. ഒരുപാട് ആൾക്കാരെ എഴുതുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ വായിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവളുടെ ഉള്ളിലൊരു കവയത്രിയുണ്ട് എന്ന് തന്നെയാണ്. അത് അവൾക്ക് ജന്മനാ കിട്ടിയ ഒരു കഴിവാണ്. അത് സാധാരണ നമ്മൾ പറയാറില്ലേ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് നമ്മുടെ കുഞ്ഞിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ഇന്ന് നമ്മുടെ കുഞ്ഞിന് എല്ലാ കാലത്തും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ പറയാറുണ്ട്, നല്ല അനുഭവം ഉണ്ടെങ്കിലേ നല്ല സൃഷ്ടികളുണ്ടാവും, നല്ല രചനകളുണ്ടാവും എന്ന്. പക്ഷെ ഈ കവിതാ സമാഹാരം, ഈ കവിതയിലുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പ്രായത്തിനപ്പുറമുള്ള, അറിവിനപ്പുറമുള്ള രചനയാണ് അവൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു എഴുത്തുകാരിയായിട്ട് അവൾ മാറും. നാടറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് അവൾ മാറും. വലിയൊരു കവയിത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും, ഇവിടെ സന്നിധരായിട്ടുള്ള നിങ്ങളും ഞാനും അന്ന് പറയും, അവരുടെ ആദ്യത്തെ പുസ്തക സമാഹാരത്തിന് ഇരിക്കാനും വരാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെന്ന് ഒരു കാലത്ത് നമ്മൾ പറയും. ആ പുസ്തകം വെറുതെ ഇടാതെ അത് വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുസ്തകം തന്നെയാണ്. നമ്മൾ ഏത് പുസ്തകം കിട്ടിയാലും ആദ്യം ഒന്ന് മറിച്ച് നോക്കും, രണ്ടാമതും മറിച്ച് നോക്കും, മൂന്നാമത് അവിടെ നോക്കും. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് എല്ലാ കൊച്ചു കവിതകളും അല്ലെങ്കിൽ കൊച്ചു എന്താ പറയുക വാക്കുകളും നമുക്ക് വായിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് വായിക്കണം. ഞാനതേ പറയുന്നത്, മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇനിയൊക്കെ തന്നെ ഉള്ള കൂടിച്ചേരലുകൾ നമുക്ക് വേദിയൊരുക്കാൻ അവസരം നൽകിയ ജാനകി രാജിനെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്നും, ഞാൻ ആ എൻവയറമെന്റിനെ കുറിച്ച് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഇതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അതുപോലെ തന്നെ മുത്തശ്ശനികൾ രണ്ടും ഏകദേശം പൊരുത്തപ്പെട്ടുകൊണ്ട് പോകേണ്ടതാണ്. എൻവയറമെന്റും മുത്തശ്ശന്മാരും പ്രായമുള്ള ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയുള്ള എൻവയറമെന്റ് ഉണ്ടായിരുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുത്തശ്ശന്മാരുണ്ടായിരുന്നതെന്നും ഒക്കെ തന്നെ നമുക്ക് ചിന്തിക്കാൻ ഉള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഞാൻ വലിയൊരു ലൈബ്രറി നടത്തുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല A+ ലൈബ്രറിയാണ്. ഏറ്റവും നല്ല ഒരുപാട് റെഫറൻസ് പുസ്തകങ്ങളടക്കം, ഒരുപാട് കൊച്ചു പുസ്തകങ്ങളടക്കം ഒക്കെ ഉള്ളൊരു ലൈബ്രറിയാണ്.
അത് എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം പ്രോത്സാഹം. പക്ഷെ വായന ഞങ്ങൾക്കൊക്കെ ഒന്നും തന്നെ ചിലപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് വളരെ സങ്കടത്തോടു കൂടി. പണ്ട് കാലത്ത് സ്കൂൾ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ഒരുപാട് വായിച്ച ആളാണ് ഞാൻ. പിന്നീട് വായിക്കാൻ അവസരങ്ങൾ ലഭിച്ചില്ല, ഇപ്പോഴും തീരെ ലഭിക്കുന്നില്ല. എന്നാൽ പോലും ചിലപ്പോഴൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വായിക്കാൻ അവസരം ലഭിക്കുമ്പോഴും അത് ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ചില പുസ്തകങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിലും അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പല വേദിയിലും നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിലാണ്. എന്താ എല്ലാ നന്ദിയും ജാമ്യയോട് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചോളൂ. ഈ കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എന്നാൽ നിയമപരമായിട്ടാണെന്ന് ചോദിച്ചാൽ അല്ലാതെ ആ കുടുംബത്തിൽ നടക്കുന്ന ഏത് ചടങ്ങായാലും പ്രഭാകരൻ മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കളുടെ കുടുംബത്തിൽ എല്ലാ അംഗങ്ങളുടെ പരിപാടികളും ഒരു മുഴുവൻ സാന്നിധ്യം ഉണ്ടാകുന്ന, ഞാൻ കതിരൂരിൽ താമസിക്കുന്ന കാലത്തും രാഷ്ട്രീയ പ്രവർത്തനമായി തലശ്ശേരിയിൽ ബന്ധപ്പെടുമ്പോൾ പ്രഭാകരൻ്റെ വീട്ടിലെത്താത്ത, പ്രഭാകരനുമായിട്ട് ചർച്ച ചെയ്യാത്ത, അവിടുത്തെ പ്രഭാകരൻ്റെ ഭാര്യയെ കാണാതെ, അവിടുത്തെ മക്കളെ കാണാതെ, ഇപ്പോൾ മക്കളെ കണ്ട് അവരുടെ മരുമക്കളെയും ഒക്കെ എല്ലാവരുമായും വളരെ അടുത്ത സൗഹൃദബന്ധം പുലർത്തുന്ന ഒരു വീട്ടിലെ ഒരു കൊച്ചുകുട്ടി കലാകാരിയായി രാജ്യത്തിന് തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർച്ചയുടെ പടവുകൾ കയറുകയാണ്. ജാൻവി ഇന്ന് ഇവിടെ അവരുടെ കവിതാ സമാഹാരം പുറത്തിറക്കി ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് വിലയിരുത്തി സംസാരിച്ച് കാണുമ്പോൾ ഈ കുട്ടി നമുക്കൊരു പക്ഷേ തലശ്ശേരിയുടെ കുയ്യാലി എന്ന് ചെറിയ രീതിയിൽ ഞങ്ങൾ കുയ്യാലിക്കാരായെന്ന് പറയുന്നു. ഞാനും കുയ്യാലിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കുയ്യാലിക്കാർ പറയുമെങ്കിൽ സംസ്ഥാനത്തിനും രാജ്യത്തിനും ലോകത്തിനുമൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ കവയിത്രിയായി ജാൻവി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. I called her in my preface to this book poet prodigy, and suddenly there I remembered the lines of Wordsworth: "Child is the father of man." She is a wonder. The time when I got the collection of this poem for a kind of correction, I hesitated. I was wonderstruck. What a kind of poems she is writing. Where must have she got all these imageries? I wanted to see her and want to confirm whether these poems were really written by her. Actually, that is where I was again wonderstruck. She is a wonder. She is more wonderful than the very word wonderful. And it's my duty today to introduce her poems to this gathering, which I think I can switch over to Malayalam to make a humble introduction of these 51 poems, out of which I select 2 or 3 poems to show how differently she writes poetry. ആധുനിക യുഗത്തിലേക്ക് കവിത പ്രവേശിക്കുമ്പോൾ നമുക്ക് നേരത്തെയുള്ള കവിതയുടെ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടുള്ള രചനകളാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്തുള്ള കവിതകൾ, ഇംഗ്ലീഷ് കവിതകൾ തന്നെ ഒരു കാലം കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ കവിതയുടെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. നമ്മുടെ മലയാളത്തിൽ ആ മാറ്റങ്ങൾക്ക് കാരണമായത് തന്നെ യൂറോപ്യൻ കവിതയെ
അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ ഇതിലെ 1-2 കവിതകൾ മാത്രം ഒന്ന് സ്പർശിച്ചുകൊണ്ട് പോകാം. ആദ്യത്തെ പോയം ഡാൻഡീലിയൻ. ഈ ഡാൻഡീലിയൻ എന്ന് പറയുന്നത് നമ്മള് ഇവിടെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പുഷ്പങ്ങൾ അവരുടെ വിത്ത് വിതരണത്തിനായിട്ട് ചെറിയ തരത്തിലുള്ള വിങ്സ്, ചിറകുകൾ, ചെറിയ അപ്പൂപ്പൻ താടികൾ എന്നാണ് നമ്മൾ അതിനെ പൊതുവെ പറയാറുള്ളത്. ഒരു പ്രത്യേക ചെടി, ഒരു പ്രത്യേക ഈ ഡാൻഡീലിയൻ എന്ന് പറയുന്നത് ജമ്മന്തി വർഗത്തിൽപ്പെടുന്ന ഒരു പ്രത്യേക പുഷ്പമാണ്. ആ പുഷ്പത്തെ കണ്ടുകൊണ്ട് ജാനവി പറയാണ്, ഐ യൂസ് ടു വിഷ് അപ്പോൺ എ ഫ്ലവർ that flies away by the slightest wind. ചെറിയൊരു കാറ്റിൽ മന്നാമാരുതനിൽ പോലും അങ്ങ് പറന്നു പോകുന്ന പുഷ്പങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ പാറിപ്പറക്കുന്ന കുമാരനാശാന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പറന്നു പോകുന്ന ഇതമ്മേ പുഷ്പങ്ങൾ എന്നുള്ളത് ഈ കൃത്യമായിട്ട് വളരെ ചെറുപ്പത്തിൽ പഠിച്ചിട്ട് പെട്ടെന്ന് പൂക്കൾ ചെന്നു പോകുന്നു. അപ്പോൾ അമ്മ പറയുന്നു, അത് പൂക്കളെല്ലാം മകളെ, അത് പൂമ്പാറ്റകളാണ്. അപ്പോഴും ആ കുട്ടിയുടെ ആശ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പൂമ്പാറ്റകളോടൊപ്പം പറക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അവസാനം ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട്, അത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കവിതയായിരുന്നു കുമാരനാശാന്റേത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതാണ് കുമാരനാശാന്റെ കവിത. ഈ പുഷ്പങ്ങൾ പറന്നു പോകുന്ന പുഷ്പങ്ങൾ, അങ്ങനെയാണ് ഈ ഡാൻഡീലിയൻ, ഈ അപ്പൂപ്പൻ താടികളെ കാണുന്നത്. എന്നിട്ട് ഈ അപ്പൂപ്പൻ താടികളെ കുട്ടി അവസാനം പറയുന്നത് എന്താ? ഫ്ലൈ അവേ മൈ ഡാൻഡീലിയൻ, പറന്നു പോകും. മേക്ക് മൈ വിഷസ് ട്രൂ. ഇവിടെയാണ് ഈ അപ്പൂപ്പൻ താടികളെ ഇങ്ങനെ പറന്നു പോകും. എപ്പോഴും എല്ലാ കുട്ടികൾക്കും വലിയ അത്ഭുതത്തോടെ സ്നേഹത്തോടെ നോക്കുന്നതാണ് ഈ അപ്പൂപ്പൻ താടികൾ. ഈ അപ്പൂപ്പൻ താടികൾ എപ്പോഴും കുട്ടികളെ വളരെ ഇഷ്ടപ്പെടാം. കുട്ടികൾ അതിനെ ഊതിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് കുട്ടികൾ ഊതുന്നത്? ഈ ഊതുന്നതിനെ കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇംഗ്ലീഷ് ഫോക്ക് ടൈൽസിൽ, നാടോടി പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. കഥയുണ്ടെന്ന് പറഞ്ഞ കഥയല്ല, അതിനെക്കുറിച്ചുള്ള ഒരു മിത്തോളജി ഉണ്ട്. അതായത് നിങ്ങൾ ഈ അപ്പൂപ്പൻ താടികളെ ഊതിയാൽ അത് പറന്നു പോകുമ്പോൾ, എല്ലാ അപ്പൂപ്പൻ താടികളും ഒന്നിച്ചങ്ങ് പറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നാണ് അതിന്റെ വിശ്വാസം. അത് നമ്മുടെ ഇടയിൽ ആ വിശ്വാസം ഉണ്ടോ എന്നറിയില്ല. പക്ഷെ അതൊരു ഇംഗ്ലീഷ് ഫോക്ക് ബിലീഫാണ്, ഇംഗ്ലീഷ് നാടോടികളുടെ ഒരു ബിലീഫാണ്. അവിടെയാണ് ഈ കുട്ടി വ്യത്യസ്തമാകുന്നത്. ഫ്ലൈ അവേ മൈ ഡാൻഡീലിയൻ, മേക്ക് മൈ വിഷസ് ട്രൂ. എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, അത് സത്യവൽക്കരിക്കാൻ വേണ്ടി നീ പറന്നുപോകും. നിങ്ങൾ ഒന്നിച്ച് പറന്നു പോയാലാണ്, ഈ അപ്പൂപ്പൻ താടികൾ ഒന്നിച്ചങ്ങ് പറന്നുപോയാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നുവോ അവർ നിങ്ങളെ സ്നേഹിക്കും. ഈ അപ്പൂപ്പൻ താടികൾക്ക് അതുമാത്രമല്ല, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അപ്പൂപ്പൻ താടി ഒരു സിമ്പിളാണ്, ഒരു പ്രതീകമാണ്. ഈ ഡാൻഡീലിയൻ ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. അത് സ്ഥിരോത്സാഹത്തിന്റെ പ്രതീകമാണ്. കാരണം ഈ അപ്പൂപ്പൻ താടികൾ അവർക്ക് ഈ വിത്ത് വിതരണം നടത്താൻ വേണ്ടി മറ്റു വഴിയില്ലാത്തപ്പോൾ സ്വയം തന്നെ വഴി കാണുകയാണ്.
അതിൽ ചെറിയ ചെറിയ നാരുകളുണ്ടായിട്ട് പറന്നുപോയി മറ്റിടത്ത് പോയിട്ട് വിത്തുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായോഗികതയ്ക്ക് വേണ്ടിയാണ് ഈ അപ്പൂപ്പത്താടികളാകുന്നത്. Fly away my dandelion and make my wish. അത് പറയുമ്പോൾ അവരുടെ അനുഭവം ഇവിടെ ഉള്ള ഏതെങ്കിലും മിത്തോളജിയുമായിട്ടോ ആ കാര്യം സൂചിപ്പിക്കാനാണ് ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ അനുഭവം തന്റെ ചുറ്റുപാടുമുള്ള ജീവന്റെ റിതം ഓഫ് ലൈഫ് എന്നൊരു പേര് കൊടുത്താൽ, ഈ റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവന്റെ താളം ആവാം, പ്രാണന്റെ താളമാവാം, എന്തുമാവാം. പക്ഷെ ഈ കുട്ടിയുടെ അനുഭവം മറ്റു കവിതകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇവിടെയെല്ലാം അവളുടെ ചുറ്റുപാടിലെല്ലാം, പക്ഷെ അവളുടെ വായനയിൽ നിന്ന് കുറച്ചൊന്നുമല്ല വായിക്കുന്നത്. ഇവിടെ നേരത്തെ ചന്ദ്രൻ മാഷ് സൂചിപ്പിച്ചിരുന്ന ഒരു പോയമുണ്ട്, ദ ഫ്യൂണറൽ. അതിന് മുമ്പുള്ള ഫ്യൂണറലിനെ കുറിച്ച് പറയും. ഫ്യൂണറലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫ്യൂണറൽ നമുക്ക് ശവദാഹമാണ്, ശവമടക്കാണ്. അവസാനത്തെ ശ്വാസം പോയി നാം മൃതശരീരമാകുമ്പോൾ അവിടെ മൃതശരീരം എവിടത്തേക്ക് പോകുന്നു? മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു. അവിടെ ഈ ലോകം, ആ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ ലോകത്ത് മരിച്ചുപോയ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. എല്ലാം നമ്മുടെ all hopes and dreams crushed into a piteous sight. The sorrow of death shrouds them like a black cloud, and while the ghosts love and dance for the newly deceased, feels so pity for the creatures above, for they ought not to anguish at the horrors of Gaia. ഈ തിരിച്ചു പോകുന്ന ഈ മൃതദേഹത്തിന് അവിടെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, മരണത്തിന്റെ ഒരുപാട് വിവരങ്ങൾ. മരണത്തെക്കുറിച്ച് ഒരു കൊച്ചു കുട്ടിയാണ് ഈ മരണത്തിന്റെ വിവിധ ഭാവങ്ങളിലേക്ക് മറ്റൊരു ലോകത്തിൽ മരിച്ച് മറ്റൊരു ലോകത്തിൽ എത്തിയ ഒരു ലോകത്തെക്കുറിച്ച് പറയുന്നത്. ഒരു ഡെഡ് ബോഡിയെ ഒരു ഫ്യൂണറൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വ്യസനങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് ആരാണ് ഈ ഹോം ദൈ പ്രോപ് ദൈ വാരിയർ എന്ന് പറഞ്ഞിട്ട് പഴയൊരു പോയമുണ്ട്. എങ്ങനെയാണ് ഈ മരിച്ചുപോയ ഭടനെ കൊണ്ടുവരുന്നത്, അവിടെ എങ്ങനെയൊക്കെ വ്യാപരിക്കുന്നു, ഇതൊന്നുമല്ല പറയുന്നത്. ഈ മരിച്ചുപോയ ആൾ എത്തിച്ചേരുന്ന ഇടം എവിടെയാണ്, ആ ഇടത്തെക്കുറിച്ചുള്ള അനുഭവം ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം. ഈ കുട്ടി വായനയിലൂടെ ആ അനുഭവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത്തരം ഇമേജറികളിലൂടെയാണ്, അത്തരം ബിംബങ്ങളിലൂടെയാണ് ഈ പോയം ഉണ്ടാകുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അത്ഭുതമാണ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമുക്ക്, ഞാൻ എന്നെ പോലെയുള്ള ഇംഗ്ലീഷ് അധ്യാപകന് ഇംഗ്ലീഷ് കവിത പഠിപ്പിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട അറിവുകളാണ് മിത്തോളജി, ഗ്രീക്കും റോമൻ മിത്തോളജി. എനിക്ക് എൻ്റെ മതപുസ്തകമായ ഖുർആനിനേക്കാൾ നന്നായി അറിയുന്നത് ബൈബിളാണ്. ബൈബിളിന്റെ ന്യൂ ടെസ്റ്റമെന്റും ഓൾഡ് ടെസ്റ്റമെന്റും. കാരണം ഇംഗ്ലീഷ് സാഹിത്യം ബൈബിൾ ഇല്ലാതെ പഠിപ്പിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷ് സാഹിത്യം ഗ്രീക്ക് മിത്തോളജി അറിയാതെ പഠിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് രാമായണവും മഹാഭാരതവും എല്ലാം അറിയാം. ഒഡീസിയൻ ഇലിയഡാണ് അറിയുന്നത്. എനിക്ക് കാളിദാസന്റെ മേഘസന്ദേശമോ അല്ലെങ്കിൽ ശാകുന്തളവും എന്തല്ല അറിയുന്നത്. എനിക്ക് ഡാന്റെയുടെ ഡിവൈൻ കോമഡിയാണ് അറിയുന്നത്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ രംഗം അതാണ്. ഞാൻ മലയാളം പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസ്കൃതം പഠിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിഞ്ഞു തരും. പക്ഷേ അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ 7ാം വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആധുനിക കവിതയെ എപ്പോഴും
സാധാരണഗതിയിൽ വായിച്ചാൽ മനസ്സിലാകാത്ത കാര്യം. ആ തരത്തിൽ വായിച്ചാൽ മനസ്സിലാവാത്ത ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. വായനയിൽ നിന്ന് ജാൻവിക്ക് ലഭിച്ച ഒരു പദസംസ്കാരം, അത് പദത്തിൻ്റെ സംസ്കാരമാണ് അതിൻ്റെ അടിത്തറ. അതാണ് സത്യത്തിൽ കവിതയായിട്ട് വിരിയുന്നത്. പക്ഷേ എനിക്കിത് വായിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, എൻ്റെ മുൻപ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ചില അത്ഭുതമാണ് തോന്നിയത്. അത് കേവലം 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചിന്തകൾ എവിടേക്ക് പോകുന്നത്. ഇതിൽ 3 or 4 കവിതകൾ മരണത്തെക്കുറിച്ചാണ്. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്താണ് മരണം എന്നുള്ളത്? ഒരു 12 വയസ്സുള്ള കുട്ടി എവിടുന്നാണ് ഇത് അനുഭവിച്ചതെന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് താൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രഭാകരേട്ടൻ്റെ വേർപാട് ഈ കുട്ടിയുടെ മനസ്സിന് മതിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ്. ആ ഗ്രാൻഡ് പാ എന്ന കവിതയും ഇതിലുള്ള ചില മരണവുമായി ബന്ധപ്പെട്ട കവിതകളും കൂട്ടി വായിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കവിതകൾക്ക് മരണമൊക്കെ നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് ദുഃഖമാണ്. പക്ഷേ ജാൻവിയുടെ കവിതയിൽ അവസാനം എങ്ങനെയാണെന്ന് അറിയാം, അതിൽ വെളിച്ചം വരികയാണ്. മരണത്തെക്കുറിച്ച് തന്നെ ചില സ്ഥലത്ത് പറയുന്നത് മരണം മറ്റൊരു സൃഷ്ടിയാണെന്നാണ്. മറ്റൊരു പുതിയ സൃഷ്ടിക്കുള്ള തുടക്കമാണ്. ഒരു കവിതയുടെ തലക്കെട്ട് തന്നെ അതാണ്, ഡെത്ത് ദ റൈസ് ഓഫ് ന്യൂ ബിഗിനിങ് ആണ്. പുതിയ ആരംഭത്തിൻ്റെ ഉദയം, ഒരു പുതിയ ആരംഭത്തിൻ്റെ ഉദയമാണ് മരണത്തിന്. എന്നിട്ട് ആ കവിതയിലുടനീളതുണ്ട് പറയുന്നത്, എൻ്റെ ഞാനെല്ലാം മലയാളീകരിച്ച് പറഞ്ഞാൽ എനിക്കൊരു കാലം വരും, അത് ഇന്ന് ഞാൻ കാണുന്നതിന് അപ്പുറമുള്ള, ഇന്ന് ഞാൻ അനുഭവിക്കുന്നതിന് അപ്പുറമുള്ള ഒരു ലോകത്തെയാണ് അന്ന് ഞാൻ കാണുക. മറ്റൊരു ലോകത്തേക്ക് പോകുന്നു, ഡിഫറെൻ്റ് ആൻഡ് മൈൻഡ്, എൻ്റെ ഇന്നുള്ള കാലത്തിനപ്പുറത്തേക്കാണ്. പിന്നെ അത് ഒരു ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ മരണത്തിലേക്ക്. ഞാനെല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കാണുന്നില്ല. ആരും എന്നെ കാണുന്നില്ല. എൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോകുന്ന ഒരു സമയമാണ്. ഞാൻ ദുഃഖത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, 4 ഭാഗത്തു നിന്നും ദുഃഖത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതുപോലെ എൻ്റെ മുൻഗാമികൾ പോയവരെ ഞാൻ കാണുന്നു. എൻ്റെ മുൻപിൽ പോയവരുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയവർ, അവരെ ഞാൻ കാണുന്നു. ഞാൻ മരണത്തിൻ്റെ താഴ്വരയെ കാണുന്നു, അനുഭവിക്കുന്നു. എന്നിട്ട് എൻ്റെ യാത്രയുടെ തുടക്കം അവിടേക്കാണ്. ഇനി തിരിച്ചു വരുന്നില്ല. പക്ഷേ അവിടെ മറ്റൊരു കാര്യം പറയുന്നു, ഒരു പക്ഷേ ഞാൻ ഒരു പൂച്ചെടിയായിട്ട് നാളെ വീണ്ടും ജനിച്ചേക്കാം. അതെൻ്റെ പ്രതീക്ഷയാണ്. എല്ലാത്തിൻ്റെയും അവസാനം പ്രതീക്ഷയാണ്. നെഗറ്റീവല്ല, പോസിറ്റീവാണ്. എല്ലാത്തിൻ്റെയും അവസാനത്തിനൊരു പ്രതീക്ഷയാണ്. പൂച്ചെടിയായി നാളെ ഞാൻ വീണ്ടും പുനർജനിച്ചേക്കാം. നേരത്തെ സുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ ഭാവനയിൽ നിന്നാണോ ഇത് വരുന്നത് എന്ന് പലപ്പോഴും സംഭവിക്കും. എന്താണെന്നറിയാം, രക്ഷിതാക്കളെ പോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാക്സിമം കുട്ടിയെ സഹായിക്കാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ജാൻവി രാജിന് മുമ്പ് ധ്യാൻ ശങ്കർ എന്ന കുട്ടി, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ധ്യാൻ ശങ്കർ ഇംഗ്ലീഷിൽ ഒരു നോവൽ എഴുതിക്കൊണ്ട് സ്കൂളിൻ്റെ യശസ് ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമതാണ് ജാൻവി രാജ് ഇംഗ്ലീഷിൽ തന്നെ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിക്കൊണ്ട് സ്കൂളിൻ്റെയും രക്ഷിതാക്കളുടെയും പേരുയർത്തിക്കാട്ടാൻ തൻ്റെതായ
ഒരടയാളപ്പെടുത്തൽ ഈ ഭൂമുഖത്ത് നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ, കൂടുതൽ എഴുതാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനം. At this moment, I miss my grandpa. He was my greatest support. He was very proud in all my achievements. But unfortunately, I lost him last year. So I would like to dedicate this book to my grandpa. Also, I would like to thank you all for accepting our request, taking time off your schedules and coming here for my book launch. My aunt Nishamota and Anyacha, who is always taking care of me as a princess, is my greatest support. My dad, mom, and my elder sister, Amchiti, inspires and encourage me to write variety of poems. As a 12-year-old girl, it was my dream to publish a book of poems. So, Rhythm of Life is the various moods and imagination of mine about people, sights, and nature around me. I hope my book will inspire the youngsters of my age whose dream can be fulfilled if they hold their passion close to their heart. Once again, I would like to thank each and everyone present here in this function. Pink clouds of dust, soon about to be amethyst, with a lustrous aglow newly decreased. But no one espied the argent, forbids such a alluring sight. For the On mute behalf of my family and me, with immense pleasure, I would like to start thanking every guest, friends and relatives who have reached here to show us the love and support for my sister.